ഹായ് ഹലോ നമസ്കാരം, ദിസ് ഈസ് ഷിഫാന ഷുക്കൂർ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ഉറക്കം എണീറ്റ് ഒന്ന് ബ്രഷൊക്കെ ചെയ്തിട്ട് വന്നിരിക്കുകയാണ്, ഒരു സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ആകെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ സെറ്റഫിലിൻ്റെ ഈ ഒരു ബ്രൈറ്റ് ഹെൽത്ത് റേഡിയൻസ് എന്ന് പറയുന്ന ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ഒന്ന് ഫേസ് വാഷ് ചെയ്ത് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിന് 100 ഗ്രാംസിന് 700 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. അത്യാവശ്യം അടിപൊളി പ്രൊഡക്റ്റാണ്, അപ്പോൾ വാങ്ങാൻ ഇഷ്ടമുള്ളവർ വാങ്ങിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഇതെല്ലാം ഓസിന് കിട്ടിയ സാധനമാണ്. ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കിതെൻ്റെ ഹോസ്റ്റൽ മേറ്റ് സാറ, എൻ്റെ ഫ്രണ്ടാണ്. അവളെനിക്ക് കൊല്ലത്തോട്ട് വരുന്നതിന് മുമ്പ് കുറച്ച് യൂസ് ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് തന്ന പ്രൊഡക്റ്റാണ്. ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ നമ്മളുടെ ബീട്രൂട്ട് പൗഡറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ, അതുകൊണ്ടാണ് കേട്ടോ, എനിക്ക് പാക്കറ്റൊന്നുമില്ല, ഇതൊന്നും പ്രൊമോഷനൊന്നുമല്ല, ഞാൻ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ബീട്രൂട്ട് പൗഡർ, പിന്നെ ഞാൻ കുറച്ച് വീട്ടിൽ നിന്ന് കുറച്ച് അരിപ്പൊടി തപ്പിയിട്ടുണ്ട്, പിന്നെ നമ്മളുടെ ആസ് യൂഷ്വൽ നമ്മൾ കേർഡ് തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മളുടെ ഈ ബീട്രൂട്ട് പൗഡർ അരിപ്പൊടിയും തൈരും കൂടി മിക്സ് ചെയ്ത് ഇത് നല്ലത് ഈ ഒരു കൺസിസ്റ്റൻസി കുറച്ച് ലൂസായാലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് തിക്ക് പേസ്റ്റ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഞാൻ മുടിയൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് വന്നിരിപ്പുണ്ട്. ഇതൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്ത് നമുക്കങ്ങ് വിൽക്കാമേ എന്ന് വിശ്വസിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യുകയാണ്. ഇതൊക്കെ എന്തായി തീരുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു മാസ്കാണ് കേട്ടോ എടുത്തത്. എൻ്റെ മറ്റേ സ്പോഞ്ചൊന്നും വീട്ടിൽ എവിടെയാണ് വെച്ചേക്കുന്നതെന്നൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ മാസ്ക് ഒന്ന് നനച്ചെടുത്തേണ്ടത് തുടച്ച് നോക്കാം. അപ്പം ഞാൻ ഫേസ് ഈ മാസ്ക് വെച്ച് തന്നെ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം വെച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് വന്നതാണ്. എൻ്റെ ജെനുവിൻ ഓണസ്റ്റ് റിവ്യൂ പറയുകയാണെങ്കിൽ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് ഫേസിന് ഉണ്ടെന്നുള്ളത് സത്യമാണ്. ഇനി ഇതിപ്പോൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫെയർനെസ് നിൽക്കുമെന്ന് എനിക്കറിയില്ല. അതോ നാളെ ആകുമ്പോൾ ഇതിൻ്റെ ഈ ഒരു കളർ പോകുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ 1 ടൈമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, ഞാൻ കണ്ടിന്യൂസ്ലി അങ്ങോട്ട് യൂസ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പം ഇത് വീണ്ടും റിപ്പീറ്റഡ് യൂസ് ചെയ്ത് ഞാൻ നോക്കിയിട്ട് എന്താണെങ്കിലും അഭിപ്രായം പറയാം. എന്തായാലും ഞാൻ വാങ്ങിച്ചിട്ടുള്ള ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ബീട്രൂട്ട് പൗഡറും അരിപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടല പൗഡറോ അങ്ങനെ കടലപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും യൂസ് ചെയ്യാം. അരിപ്പൊടിയും തൈരുമാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാതായിരിക്കും. ബൈ ഫോർ നൗ.